ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ എംപോറിയോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണൽ എൻട്രീസിന്റെ കണ്ടീഷൻ തന്നെയാണ്. ഗുഡ്സുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ് നമ്മൾ മൂന്നെണ്ണമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് ഒന്ന് പർച്ചേസ് ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, സെയിൽ ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഗുഡ്സിന്റെ തന്നെ മറ്റൊരു കാറ്റഗറി, അതായത് ജേർണൽ എൻട്രീസ് വിച്ച് ആർ റിലേറ്റഡ് ടു ഗുഡ്സ് ലോസ്, then goods given as charity, goods withdrawn for personal purpose or personal use. പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഗുഡ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഗുഡ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മളുടെ ചാരിറ്റി ആയിട്ട് നമ്മൾ ഗുഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തുക. ഗുഡ്സ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് രേഖപ്പെടുത്തുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസിന്റെ ഒരു സെഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ, മൈസെൽഫ് അരുൺകുമാർ. സോ ഇതിന്റെ കൺസെപ്റ്റ് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. നമ്മൾ എല്ലാ ക്ലാസ്സിലും തുടക്കത്തിൽ അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ അതിന്റെ ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പൊ ഇന്നും നമ്മൾ അതിന്റെ കൺസെപ്റ്റിലേക്ക് നോക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, പർച്ചേസ് ഓഫ് ഗുഡ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗുഡ്സിന്റെ വാല്യൂ കൂടുന്നുണ്ടായിരുന്നു. സെയിൽ ഓഫ് ഗുഡ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗുഡ്സിന്റെ വാല്യൂ കുറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ ചാരിറ്റി ആയിട്ട് കൊടുക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ലോസ് ബൈ ഫയർ ആയിട്ട് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ലോസ് ബൈ തെഫ്റ്റ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വിഡ്രോ ചെയ്യുന്ന സമയത്ത്, അപ്പൊ ഈ സമയത്തൊക്കെ തന്നെ ഗുഡ്സിന്റെ വാല്യൂ എന്താവാണ്, കുറയുകയാണ്. അതായത് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിഡക്ഷൻ ഓഫ് ദ വാല്യൂ ഓഫ് ദ ഗുഡ്സ് അതർ ദാൻ സെയിൽസ്. അതായത് സെയിൽസ് അല്ലാതെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ഗുഡ്സ് എന്താകുന്നത്, കുറയുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്നത് എന്ത് തന്നെയാണ്, ഗുഡ്സിന്റെ വാല്യൂ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഗുഡ്സിന്റെ അളവ് നമ്മുടെ ബിസിനസ്സിൽ കുറയുന്നുണ്ട്. പക്ഷെ അത് എന്തല്ലാതെ, സെയിൽസ് അല്ലാതെ. അപ്പം ഗുഡ്സിന്റെ വാല്യൂല് റിഡക്ഷൻ സംഭവിക്കുന്നു. റിഡക്ഷൻ ഓഫ് ഗുഡ്സ് അതർ ദാൻ സെയിൽസ്. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? ഒന്ന് ചാരിറ്റി. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ കൈവശമുള്ള ചില ഗുഡ്സുകൾ ചാരിറ്റി പർപ്പസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അതായത് ഡൊണേഷൻ ഒക്കെ ആയിട്ട് വരുന്ന ചില ആളുകൾ പിരിവിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചാക്ക് അരി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ കൊടുക്കാൻ മതിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പിൽ നമ്മൾ കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഇൻവെന്ററി എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്താണോ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഗുഡ്സ് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാകാം. ലോസ് ബൈ ഫയർ, നമ്മുടെ ഷോപ്പിന് വല്ല തീപിടുത്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ നഷ്ടപ്പെടുന്ന ചില ഗുഡ്സുകൾ ഉണ്ടാകും. അപ്പൊ അവിടെയും ഗുഡ്സിന്റെ വാല്യൂ കുറയുന്നുണ്ട്. അത് നമ്മളുടെ സെയിലുമായി ബന്ധപ്പെട്ടിട്ടല്ല, അപ്പൊ ഗുഡ്സിന്റെ വാല്യൂ കുറയുന്നു. ലോസ് ബൈ തെഫ്റ്റ്, ഷോപ്പൊക്കെ രാത്രി പൂട്ടിയിട്ട് പോയതാ, വളരെ ഭംഗിയായിട്ട് സെക്യൂരിറ്റിക്കാരനൊക്കെ വെച്ച് നമ്മൾ വീട്ടിൽ പോയി കടന്നുറങ്ങി രാവിലെ വന്ന് നീട്ടി നോക്കുന്ന സമയത്ത് ഗുഡ്സ് എല്ലാം ആര് കൊണ്ടുപോയി, നമ്മുടെ കള്ളം കൊണ്ടുപോയി, അല്ലെ? അപ്പൊ ഇങ്ങനെ കള്ളം കൊണ്ടുപോയാൽ അതൊക്കെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഗുഡ്സ് ലോസ് ബൈ തെഫ്റ്റ്. ഡ്രോയിങ്സ് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്വന്തം ഷോപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഗുഡ്സ് വിഡ്രോ ചെയ്യുന്നു. അപ്പം അതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഡ്രോയിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു പലചരക്ക് കട നടത്തുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ. അപ്പം അവിടെ അത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യണം. ഒരു ഷൂവിന്റെ ഷോപ്പ് നമ്മൾ നടത്തുന്നത്, എന്റെ ഷൂ കേടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഷോപ്പിലുള്ള ഒരു ഷൂ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷൂ എന്ത് ചെയ്തു, ഞാൻ എടുക്കുന്നു, ഞാൻ യൂസ് ചെയ്യുന്നു, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിഡ്രോ ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, ഡ്രോയിങ്സ്. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷനിലൊക്കെ തന്നെ നമ്മുടെ ഗുഡ്സിന്റെ വാല്യൂ എന്താവാണ്, കുറയാണ്. അതർ ദാൻ സെയിൽസ് അല്ലാതെയാണ് ഇതിന്റെ ഈ വാല്യൂ കുറയുന്നത്. അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ ഇത് എല്ലാം എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? അതായത് നമ്മളുടെ എന്താണ് ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ഗുഡ്സിന്റെ വാല്യൂ ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗുഡ്സിന്റെ വാല്യൂ കൂടുതലായിരുന്നു, അല്ലെ? നമ്മൾ ഗുഡ്സിന്റെ വാല്യൂ എന്താവുന്ന, ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പം ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താവുകയാണ്, കുറഞ്ഞു വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് അക്കൗണ്ട് കുറയാണ്. അതായത് പർച്ചേസ് അക്കൗണ്ട് കുറയല്ല, പർച്ചേസ് അക്കൗണ്ടിനാണ്. പർച്ചേസ് അക്കൗണ്ടിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഗുഡ്സിന്റെ വാല്യൂ കുറയാണ്. ഗുഡ്സ് എന്താണ്, ഗുഡ്സ് ഒരു അസറ്റ് ആണ്. അപ്പൊ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 4 സിറ്റുവേഷൻസിലും നമ്മൾ ആരെ ക്രെഡിറ്റ് ചെയ്യും, ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും? പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ എന്താണ് ചെയ്യുക,
ക്രെഡിറ്റ് ആസ്പെക്ട് ആണ് ചെയ്യുക. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റും ചെയ്യും, പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യും. അപ്പൊ പർച്ചേസ് അക്കൗണ്ടിനെ എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക? ഈ 4 സിറ്റുവേഷൻസിലാണ്. ഏതൊക്കെയാണ് 4 സിറ്റുവേഷൻസ്? goods given as charity, goods lost by fire, goods lost by theft, goods you withdrawn for personal purpose. ഈ ഒരു 4 സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്തത്? ഗുഡ്സിനെ അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. എന്നാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, സെയിൽസ് അക്കൗണ്ടിന് ഒരിക്കലും ഒരു ഡെബിറ്റ് ആസ്പെക്ട് വരുന്നില്ല. സെയിൽസ് അക്കൗണ്ടിന് ഒരിക്കലും ഒരു ഡെബിറ്റ് ആസ്പെക്ട് വരില്ല. സെയിൽസ് അക്കൗണ്ടിന് ഏത് ആസ്പെക്ടേ ഉണ്ടാവുള്ളൂ? ക്രെഡിറ്റ് ആസ്പെക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ആസ്പെക്ടും ഉണ്ടാകാം, അതിന് ക്രെഡിറ്റ് ആസ്പെക്റ്റിലേക്ക് വരാൻ പറ്റും. കാരണം എന്താ? പർച്ചേസ് അക്കൗണ്ട് എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടി വരിക? ഗുഡ്സ് ലോസ് ബൈ ഫയർ, ഗുഡ്സ് ലോസ് ബൈ തെഫ്റ്റ്, ഗുഡ്സ് ഫോർ ചാരിറ്റി പർപ്പസ് ആൻഡ് ഗുഡ്സ് യൂസ്ഡ് ഫോർ പേഴ്സണൽ യൂസ്. ഓക്കെ, അപ്പൊ ഈ ഒരു 4 സിറ്റുവേഷൻസ്. അപ്പം ഇനി നമ്മൾ ഇതിന്റെ ഓരോ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രീസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കടക്കാം. അപ്പൊ ആദ്യത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ നോക്കുക. ഗുഡ്സ് വിഡ്രോൺ 2 lakh ഫോർ പേഴ്സണൽ യൂസ്. അതായത് ഗുഡ്സ് വർത്ത് 2 lakh. ഗുഡ്സിന്റെ വാല്യൂ എത്രയാണ്? 2 lakh. 2 lakhന്റെ ഗുഡ്സ് നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്തു? പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏത് അക്കൗണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുക? എപ്പോഴും ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്. ഏത് അക്കൗണ്ട് യൂസ് ചെയ്യുക? ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്. എന്തുകൊണ്ടാണ് ഡ്രോയിങ്സ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാഷും വിഡ്രോ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗുഡ്സും വിഡ്രോ ചെയ്യാം. ഏത് വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അപ്പൊ ഏത് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് ഞാൻ പറഞ്ഞു എങ്ങനെയാണ്, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വിഡ്രോ ചെയ്യാം? വേണമെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് യൂസ് ചെയ്യാം? ഗുഡ്സും യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ അത് ഏത് അക്കൗണ്ടിലാണ് കാണിക്കുക? ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് കാണിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ എന്തിനെ റിഡ്യൂസ് ആണ് ചെയ്യുന്നത്? നമ്മളുടെ ബിസിനസിന്റെ ക്യാപിറ്റലിനാണ് ഏത് റിഡ്യൂസ് ചെയ്യുന്നത്? ഡ്രോയിങ്സ് റിഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഡ്രോയിങ്സ് അക്കൗണ്ടിന്റെ ഇമ്പാക്ട് ഏതിലേക്കാണ് വരിക? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. പക്ഷെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ ഒരു തവണ ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്? ഡ്രോയിങ്സ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോവൽ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പേഴ്സണൽ യൂസേജിനുള്ള അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്ന ക്യാഷ് ആകട്ടെ, ഗുഡ്സ് ആകട്ടെ, എന്തുമാകട്ടെ, ഇതിനെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ മനസ്സിലാക്കുക, അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ നമ്മൾ ഏതിലേക്ക്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാപിറ്റൽ എന്താകും? കുറയും. അതായത് ഡ്രോയിങ്സ് അക്കൗണ്ടിന്റെ ഇമ്പാക്ട് എവിടെയാണ് വരിക? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരിക. ക്യാപിറ്റൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യിക്കും എന്നുള്ളതാണ്, ക്യാപിറ്റലിനെ കുറയ്ക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോക്കാം. അപ്പൊ ഇവിടത്തെ ഈ ഒരു ജനറലൈസേഷനിൽ നമ്മൾ നോക്കുക എങ്ങനെയാണ് വരിക? ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. അപ്പൊ നമുക്കറിയാം, ഒന്ന് ഏതാണ്? ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്. മറ്റൊന്ന് ഏതാണ്? പർച്ചേസ് അക്കൗണ്ട് ആണ്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി ഈ പറയുന്ന രീതിയിലാണ്. അതായത് വിഡ്രോവൽ ഫോർ പേഴ്സണൽ യൂസ് ആണ്, ഗുഡ്സ് ലോസ് ബൈ തെഫ്റ്റ് ആണ്, ലോസ് ബൈ ഫയർ ആണ്. ഇനി അതല്ല എന്ന് നമ്മളുടെ നാലാമത്തെ ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ പറഞ്ഞിരുന്നത് ഏതായിരുന്നു? നമ്മളുടെ ചാരിറ്റി ആണെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ പർച്ചേസ് അക്കൗണ്ട് എന്താണ്? ഒരു അസറ്റ് ആയിരുന്നു. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു അസറ്റ് ആയിരുന്നു. അത് എന്താവാണ്? അത് കുറയുകയാണ്. നമ്മുടെ ഗുഡ്സിന്റെ വാല്യൂ കുറയുകയാണ്, അല്ലെ? അതായത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഗുഡ്സിന്റെ വാല്യൂ എന്താവാണ്? കുറയുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഡ്രോയിങ്സ് അക്കൗണ്ട് നമുക്കറിയാം, ഇത് ഏത് അക്കൗണ്ടിനെയാണ് നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നത്? നമ്മളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമ്പാക്ട് ചെയ്യുന്നത്. അതായത് ഇതെന്താവുകയാണ്? റെഡ്യൂസ് ആവുകയാണ്. ഏത് റെഡ്യൂസ് ആവുകയാണ്? നമ്മുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യിക്കുന്നു. അപ്പൊ നമ്മുടെ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യിക്കുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം, നമ്മുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റം ആണ്. അപ്പൊ ക്യാപിറ്റൽ കുറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? LIC റൂൾ പ്രകാരം ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും എൻട്രി വരിക? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസസ്. എമൗണ്ട് എത്ര നമ്മൾ കാണിക്കുക?
2 lakh, 2 lakh. നരേഷൻ എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. നിങ്ങൾ തന്നെ നോട്ട് ചെയ്യുക, ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ നോക്കുക, ഗുഡ്സ് വർത്ത് 5,000 കോസ്റ്റിംഗ് ₹4,000 were given as charity. ഗുഡ്സ് വർത്ത് എന്താണ്? 5,000. 5,000ന്റെ ഗുഡ്സിന്റെ വാല്യൂ എത്രയാണ്? 5,000. കോസ്റ്റിംഗ് 4,000 were given as charity. അതെന്തായിട്ട് കൊടുത്തു? ചാരിറ്റി ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ചാരിറ്റി ആകുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് അക്കൗണ്ട് ആണ് ചാരിറ്റി അക്കൗണ്ട്. ചാരിറ്റി നമുക്കത് എന്താണ്? ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ, ഏതാണ്? അസറ്റ് ആണോ? ഒരിക്കലും അസറ്റ് അല്ല. ഇൻകം ആണോ? ഒരിക്കലും വരുമാനമല്ല. ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ്? അതൊരു എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മുടെ എക്സ്പെൻസ് ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ അക്കൗണ്ട് ഏതാണ്? പർച്ചേസ് ആണ്. പർച്ചേസിന്റെ സമയത്ത് നമ്മളുടെ അസറ്റ് എന്താവുകയാണ്? കുറയുകയാണ്. അതായത് നമ്മളുടെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യണം. സോ നമ്മളുടെ എൻട്രി എന്തായിരിക്കും വരിക? ചാരിറ്റി അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസസ്. എമൗണ്ട് എത്രയാണ്? ഇവിടെയാണ് പ്രശ്നം. എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഗുഡ്സ് വർത്തും പറഞ്ഞിട്ടുണ്ട്, അത് കൂടാതെ കോസ്റ്റിംഗും എന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലെ? കോസ്റ്റിംഗ് എന്ന്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വേർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുഡ്സ് വേർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ വേർത്ത് എന്ന് പറയുന്നത് ഏത് പ്രൈസ് ആണ്? സെയിൽസ് പ്രൈസ് ആണ്, അല്ലെങ്കിൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. കോസ്റ്റിംഗ് 4,000. കോസ്റ്റിംഗ് 4,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നമ്മളുടെ ആ ഗുഡ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഗുഡ്സ് നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങാനോ നമുക്ക് ചെലവായിട്ടുള്ളത് എത്രയാണ്? 4,000. അതായത് നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുള്ള വില എത്രയാണ്? 5,000. നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇട്ടത് എത്രയാണ്? 5,000. പക്ഷെ ശരിക്കും അതിന്റെ വാല്യൂ എത്രയാണ്? 4,000. അതായത് നമ്മൾ മാനുഫാക്ചർ ചെയ്ത സമയത്ത് അതിന്റെ വാല്യൂ 4,000. അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി മറിച്ച് വിൽക്കുന്ന സമയത്ത് അതിന്റെ വാല്യൂ 4,000. നമ്മൾ മറച്ചു വിൽക്കാൻ അല്ലെങ്കിൽ നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ആണ് എത്ര? 5,000. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏത് വാല്യൂ ആയിരിക്കും എഴുതേണ്ടി വരിക? നമ്മൾ ചാരിറ്റി ആയിട്ട് കൊടുത്തതാണല്ലോ, നമ്മൾ വിൽക്കുകയാണോ ചെയ്തത്? അല്ല, നമ്മളുടെ കൈവശം നമ്മൾ വാങ്ങിയിട്ടില്ല, നമ്മൾ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ള കോസ്റ്റ്, ആ ഒരു കോസ്റ്റ് ആണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? മെൻഷൻ ചെയ്യേണ്ടത്. എത്രയാണ്? 4,000. അപ്പം സെല്ലിംഗ് പ്രൈസ് അതേപോലെ തന്നെ കോസ്റ്റിംഗും തന്നിട്ടുണ്ടെങ്കിൽ ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്? യു ഷുഡ് കൺസിഡർ കോസ്റ്റ് പ്രൈസ്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നു. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രൈസ് ആണ് എത്ര? 5,000. ഒരു കാരണവശാലും നമ്മൾ ഒരു ചാരിറ്റി ആയിട്ട് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുന്ന സമയത്തോ നമ്മൾ വിൽക്കാൻ ഇട്ട വിലയല്ല നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് അത് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ പ്രൊഡക്റ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചെലവാക്കി, അതാണ് 4,000. അതാണ് അതിന്റെ കോസ്റ്റ്. ആ കോസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി രണ്ടാമത്തെ നോക്കാം. മൂന്നാമത്തെ നോക്കാം, ഗുഡ്സ് ലോസ് ബൈ ഫയർ. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും വരിക? ഗുഡ്സ് ലോസ് ബൈ ഫയർ. അപ്പൊ ഇവിടെ നമ്മുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫയർ അക്കൗണ്ട് അല്ലെങ്കിൽ ഇത് തന്നെയാണ് ലോസ് ബൈ ഫയർ അക്കൗണ്ട്. ലോസ് ബൈ ഫയർ നമുക്ക് എന്താണ്? ലോസ് ആണ്, അല്ലെ? നമുക്ക് ലോസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് LICAE. എയില് അസറ്റും എക്സ്പെൻസും, എക്സ്പെൻസിന്റെ കൂടെ ഏതും വരും എന്ന് പറഞ്ഞിരുന്നു? ലോസും ഇൻക്ലൂഡഡ് ആണ്, അല്ലെ? LICയില് ഇൻകത്തിന്റെ കൂടെ ഏതും വരും? പ്രോഫിറ്റും വരും എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ലോസ് അതായത് എക്സ്പെൻസ് എന്നുള്ള ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ലോസ് എന്താവാണ്? ഇൻക്രീസ് ആവാണ്. ഇൻക്രീസ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ അക്കൗണ്ട് ഏതാണ്? പർച്ചേസ് ആണ്. പർച്ചേസ് നമ്മുടെ അസറ്റ് ആണ്. നമ്മുടെ ഗുഡ്സിന്റെ വാല്യൂ എന്താവാണ്? കുറയാണ്. അതായത് അസറ്റിന്റെ വാല്യൂ കുറയാണ്, എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ എൻട്രി എന്തായിരിക്കും വരിക? ലോസ് ബൈ ഫയർ അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ്. എമൗണ്ട് എത്ര വരിക? 2,000. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പൊ ഞാൻ ഈ 2,000 എന്ന് പറഞ്ഞത് ഏതാണ്? വേർത്തും ആൻഡ് കോസ്റ്റിംഗ് എത്ര? 1,000 എന്നാണ് പറഞ്ഞെങ്കിൽ അവിടെ നമ്മൾ ഏത് ഫിഗർ ആണ് എഴുതുക? 1,000 ആണ് എഴുതുക. ഏത് ഫിഗർ ആണ് എഴുതുക? 1,000 ആണ് എഴുതുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഞാൻ നരേഷൻ കൊടുക്കാം. എന്താ നരേഷൻ കൊടുക്കുക? ഗുഡ്സ് ലോസ് ബൈ ഫയർ. ഇത്രയേ ഉള്ളൂ. ഗുഡ്സ് ലോസ് ബൈ ഫയർ. നരേഷൻ എന്താ കൊടുക്കുക? ഗുഡ്സ് ലോസ് ബൈ ഫയർ. ഓക്കെ, ക്ലിയർ. ഇനി നമ്മളുടെ ലാസ്റ്റ് നാലാമത്തെ ഗുഡ്സ് ലോസ് ബൈ തെഫ്റ്റ്. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും. എന്തായിരിക്കും? ഗുഡ്സ് ലോസ് ബൈ തെഫ്റ്റ് അക്കൗണ്ട്. എന്താണ് നമുക്ക്
ലോസ് ആണ്, ഇൻക്രീസ് ആയി എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. രണ്ടാമത്തേത് ഏതാണ്, പർച്ചേസ് ആണ്, അസറ്റ് ആണ്, ഡിക്രീസ് ആയി എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. എന്തായിരിക്കും എൻട്രി വരിക, ഗുഡ്സ് ലോസ് ബൈ തെഫ്റ്റ് അക്കൗണ്ട് അല്ലെ. എന്തായിരിക്കും എൻട്രി വരിക, ഗുഡ്സ് ലോസ് ബൈ തെഫ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ്. എമൗണ്ട് എത്രയാ കാണിക്കുക, 10,000. നരേഷൻ എന്താ പ്രൊവൈഡ് ചെയ്യുക, ഗുഡ്സ് ലോസ് ബൈ തെഫ്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് ലോസ് ബൈ തെഫ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷനോട് കൂടി നമ്മളുടെ ഏത് കംപ്ലീറ്റ് ആയി, ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഗുഡ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്. അപ്പൊ 3 പാർട്ടായിട്ടാണ് നമ്മൾ ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഗുഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഗുഡ്സുമായി ബന്ധപ്പെട്ടുള്ള പർച്ചേസ്, ഗുഡ്സുമായി ബന്ധപ്പെട്ടുള്ള സെയിൽസ്, പിന്നെ ഗുഡ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ട്രാൻസാക്ഷൻസ്, അതായത് സെയിൽ അല്ലാതെ ഗുഡ്സിന്റെ വാല്യൂ റിഡ്യൂസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെയാണ് ചാരിറ്റി, ലോസ് ബൈ തെഫ്റ്റ്, ലോസ് ബൈ ഫയർ, പിന്നെയോ ഫോർ പേഴ്സണൽ യൂസ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മറ്റൊരു സെഷൻ, അതായത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, അതായത് ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഇൻകംസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇൻകംസ് ആൻഡ് എക്സ്പെൻസ്, ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഇൻകംസ് ആൻഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പം അതിനു മുമ്പേ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സുകളോ അഭിപ്രായങ്ങളോ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് വേണം, ഇമീഡിയറ്റ് ആയിട്ട് റിക്വയർ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ഇൻക്ലൂഡിങ് എക്കണോമിക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. നമ്മൾ ഈ നിലവിൽ ഇതുവരെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. ബട്ട് എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എക്സാംസ് അടുത്തു, ആ എക്സാംസിലേക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ഓക്കെ, സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.